റഷ്യയെ തീർക്കുക അത് ഉക്രൈനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് റഷ്യനിലെ വിദേശ വിപണിയിലേക്ക് എണ്ണ നിറയ്ക്കാൻ പോയ 2 ടാങ്കറുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കുക. അതായത് തുർക്കിയുടെ ഏകദേശം അടുത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് റഷ്യയുടെ കരിങ്കടലിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം. രണ്ട് യുദ്ധക്കപ്പലുകളെ അല്ലെങ്കിൽ തുറമുഖത്തേക്ക് പോകുന്ന രണ്ട് കപ്പലുകളെ, ഈ എണ്ണ ടാങ്കറുകളെ, കപ്പലുകളെയല്ല 2 എണ്ണ ടാങ്കറുകളെ ഉക്രൈൻ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തത്. ഇതിൽ തുർക്കിയുടെ പിന്തുണയുണ്ടോ? സംശയം എന്താ അതിന്? തുർക്കി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രങ്ങളിലൊന്നാണ്. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കണ്ടില്ലേ അവിടെ കള്ളക്കളി കളിക്കുന്നത്? നമ്മളവിടെ ഭൂകമ്പത്തിന് സഹായം എല്ലാം കൊടുക്കുക, എല്ലാവിധം നമ്മളിവിടുന്ന് പാക്കേജ് ടൂറുകൾ അങ്ങോട്ട് പോയി പൈസ അവരുടെ രാജ്യത്ത് പണം മുടക്കുക, നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുക. എന്ന് നന്ദി കെട്ട ആ രാഷ്ട്രം പാകിസ്ഥാനിൽ വന്നിട്ട് കള്ളത്തരത്തിൽ കൂടെ നേരിട്ട് ഞങ്ങളിതിൽ പങ്കെടുക്കുകയാണെന്ന് പറയാതെ അവിടെ 300ഓളം ഡ്രോണുകളാണ് ഇന്ത്യക്ക് നേരെ അയച്ചത്. ഒറ്റയൊരെണ്ണം ഫലം കണ്ടില്ല. കാരണം നമ്മൾ സോവിയറ്റ് നിർമ്മിത എയർ കമാൻഡ് സിസ്റ്റം കൊണ്ട് അതിനെ മുഴുവൻ ചെറുത്തു, തടുത്തു, നശിപ്പിച്ചു. തകർന്ന് ഭൂമിയിൽ വീണ് ഇന്ത്യയുടെ മണ്ണിൽ തന്നെ പതിച്ചു. ഒരു ഡാമേജും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ ഒരു തെളിവും ഹാജരാക്കാനും കഴിഞ്ഞില്ല. അതാണ് തുർക്കിയുടെ ശേഷി എന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അവർ 2 കപ്പലുണ്ടായിരുന്നു. കെയ്റോസ് എന്ന് പറയുന്ന കപ്പൽ. ആ കപ്പലിൽ തീയുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് റഷ്യ പറയുന്നത്. മറ്റേത് വിരാട് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പേരാണ്. വിരാട് പുരുഷൻ കേട്ടിട്ടില്ലേ? വിരാട് എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് വിരാട് എന്ന് പറയുന്ന ആ പേരെപ്പോഴും പറയും. വിരാട് ഭാരതം എന്നൊക്കെയാണ് പറയുന്നത്. വീരപുരുഷൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആ പേര് തന്നെയാണ് റഷ്യൻ ഭാഷയിലുള്ള വാക്കേ അല്ലത്. ആ പേര് ഇന്ത്യൻ പേരാണ്. തീർച്ചയായിട്ടും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം, ഇതിൽ എന്തെങ്കിലും ഒരു സഹായം, നമ്മൾ തമ്മിലുള്ള ഒരു എന്തെങ്കിലും ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കൈമാറ്റം അല്ലെങ്കിൽ വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കപ്പലിൽ. ഇതാണ് തുർക്കിക്ക് സഹിക്കാതെ വന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന് നേരെ നടന്ന ആക്രമണം പ്രതിരോധിക്കപ്പെട്ടു. ആ തീയൊക്കെ കെടുത്തി കഴിഞ്ഞു. എണ്ണയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കാൻ അത് പറ്റിയിട്ടില്ല. സീ ബേബി ഡ്രോണുകൾ എന്ന ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. സീ ബേബി, നോക്കിയോളൂ, ബേബി. രാഹുൽ ഗാന്ധിയെ പറയുന്നു അതാണല്ലോ, അമുൽ ബേബി. ഇതുപോലെ ബേബിയാണ് തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. കാരണം എത്ര പെട്ടെന്നാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം അവർ നശിപ്പിച്ച് കളഞ്ഞത്. കുട്ടിത്തത്തോടുകൂടി, പക്വതയില്ലാതെ. ഇങ്ങനെയല്ലേ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു കുട്ടിക്കളിയാണ് ഇവിടെ ഇപ്പോൾ തുർക്കി കളിച്ചിട്ടുള്ളത്. കുട്ടിക്കളിയാണ്. കരിങ്കടൽ തീരത്തുള്ള നേറ്റോ രാജ്യമാണ് അവർ. ജന്മത്ത് വിശ്വസിക്കാൻ തള്ളയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രം. സത്യം പറഞ്ഞു, അങ്ങനത്തെ ഒരു വിശ്വാസം അവരാണല്ലോ. ഈ യസീദികൾക്ക് പ്രത്യേക രാജ്യം കൊടുക്കുമെന്ന് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 66, 60, 20, 80, 85, 4, 89 വർഷം കഴിഞ്ഞില്ലേ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് പ്രത്യേക രാജ്യമില്ലാതെ അലയുകയാണ് ആ ഒരു ജനത, യസീദി വർഗം. എന്ന് മാത്രമല്ല, അവരെ പിടിച്ച് അവരുടെ തുർക്കിയുടെ പട്ടാളക്കാർ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നുണ്ട്, ക്രൂരമായിട്ട് അവരെ പീഡിപ്പിക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ അവരെ പിടിച്ച് ജയിലിലിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ട്. തുർക്കിക്കെതിരെ ഒരക്ഷരം ഇന്ന് വരെ വേണ്ടിയിട്ടില്ല. അത്തരം ഒരു രാജ്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ്. ഒരു റോഗ് നേഷൻ തന്നെ പാകിസ്ഥാൻ. ആ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സംശയമില്ല, അവർ തന്നെ ആയിരിക്കണം ഡ്രോൺ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം പണി വാളിപ്പോയത്. കാര്യമായ പരിക്കൊന്നും പറ്റാൻ പറ്റിയിട്ട് എണ്ണ കുറേ കത്തിപ്പോയിട്ടുണ്ട് ഒരു കപ്പലിൻ്റെ. അതെല്ലാം കെടുത്താനുള്ള ശ്രമം നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സി ബി ബി ആണെന്ന് പറയാൻ യുദ്ധം ഏതാണ്ട് അതിൻ്റെ അവസാന നാളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒത്തുതീർപ്പ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായിട്ട്. അമേരിക്കയിലേക്ക് സെലൻസ്കി തന്നെ ഒരു സംഘം ആളുകളെ അങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. ആ സമയത്താണ്, വളരെ അപക്വമായ ഒരു സമയത്ത്, നിർണായകമായൊരു സമയത്താണ് ഈ വൃത്തികേട് കാണിച്ചത്. ഒരു സൗഹാർദ്ദ ചർച്ചയിൽ ഏർപ്പെടാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു വൃത്തികേട് കാണിച്ചു. അതുകൊണ്ട് റഷ്യക്ക് ഇപ്പോൾ ഉക്രൈനെ കീഴടക്കുക എന്ന് പറഞ്ഞ നിഷ്പ്രയാസമാണ്. അവരത് ചെയ്യാത്തതാണ്, ഒരാക്രമണം നടത്താത്ത. ഒരു അനാക്രമണത്തിലൂടെ തന്നെ നേരിട്ട് പിടിച്ചടക്കുക. അതുകൊണ്ടാണ് അവർ ഹിതപരിശോധന എന്നൊക്കെ പറഞ്ഞത്. ഹിതപരിശോധന നടത്തിയാണ് അതിൻ്റെ ഒരു ഭാഗമായ ബെലോറൂസ് എന്ന് പറയുന്ന ഭാഗം പിടിച്ചടക്കിയിട്ടുള്ളത്.
റഷ്യയോട് ചേരാനാണ് അവരിഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങൾ മതി അവർക്ക്, അല്ലാതെ യുക്രൈൻ്റെ ഭാഗമൊന്നും വേണ്ട. അവിടെ റഷ്യൻ ഭാഷ സംസാരിക്കരുത്, അവിടെ എല്ലാം യുക്രൈൻ ഭാഷ സംസാരിച്ചോണം. നമ്മൾ യൂറോപ്പിൻ്റെ ഭാഗമാണ്, റഷ്യയുടെ ഭാഗമല്ല, അവർക്ക് നാണക്കേട് എന്നുള്ള മട്ടിലാണ് യുക്രൈൻകാരുടെ പെരുമാറ്റം. അവർക്ക് നാസികളുമായിട്ട് സഖ്യം മതി, റഷ്യക്കാരുമായിട്ട് സഖ്യം വേണ്ട. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭാവം, ആ രീതിയിലാണ് പോകുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതൊരൊറ്റ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ തിരിച്ചറിയുന്നില്ല, അമേരിക്കയും തിരിച്ചറിയുന്നില്ല. നാസികളാണ് അവരുടെ ആരാധനാമൂർത്തികൾ. ഒരു നാസി പഴയ പടയാളിയാണ് ഇപ്പോൾ അവരുടെ സൈന്യത്തെ തന്നെ നയിക്കുന്നത്. തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയ നടക്കാതായിട്ട് 2 വർഷം കഴിഞ്ഞു. സെലൻസ്കി ആകെ അഴിമതിയിൽ മൂടി നിൽക്കുകയാണ്. ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ തള്ളും, തോറ്റു തുന്നം പാടും. റഷ്യക്ക് ഇതറിയാം. റഷ്യ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഒരാളെയും കൊല്ലാതെ മിസൈലുകൾ അങ്ങോട്ട് പായിച്ചു. ഇവിടെ ഊർജ നിലയങ്ങളിലേക്ക്. ഈ ഊർജ നിലയങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു പാഴ്വേലയല്ല. കാരണം യൂറോപ്പ് മുഴുവൻ ഇപ്പോൾ ഊർജ പ്രതിസന്ധിയിലാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും യൂറോപ്യൻ അതിഥിയുടെ വീട്ടിൽ ചെന്നാൽ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ അവരെ കൊണ്ട് പറ്റില്ല. കാരണം എന്താ? ഗ്യാസില്ല. ഗ്യാസില്ല, വലിയ വിലയുമാണ്, അത് കിട്ടാനുമില്ല സാധനം രാജ്യത്ത്. വലിയ ക്ഷാമത്തിലാണ് യൂറോപ്പ് മുഴുവൻ, ദി എൻ്റയർ യൂറോപ്പ്. കാരണം എന്താ? യുക്രൈൻ തൻ്റെ കരുത്ത്, ശക്തി എത്ര ആണെന്നറിയാതെ റഷ്യയോട് പ്രഖ്യാപിച്ച ആ യുദ്ധം, അത് തന്നെയാണ് കാര്യം. റഷ്യയുടെ ശക്തി മനസ്സിലാക്കാതെ റഷ്യയോട് പ്രഖ്യാപിച്ച ആ യുദ്ധം, ആ യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഈ യൂറോപ്പ് മുഴുവൻ ഇന്ന് ഊർജ പ്രതിസന്ധിയിൽ ഊർധ്വൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാവാം, ഊർധ്വൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പ്. എന്താ കാര്യം? ഇവിടെ എല്ലാമുള്ള ഈ പ്രകൃതിവാതകത്തിൻ്റെ വിതരണം നിർവഹിച്ച് കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ചു വന്നിരുന്നത് റഷ്യയാണ്. റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി അങ്ങോട്ട് പോവാം. നമ്മുടെ ഇവിടുന്ന് മംഗലാപുരത്തേക്ക് കൊച്ചിയിൽ നിന്ന് പോകുന്നുണ്ടല്ലോ, അതുപോലെ അങ്ങോട്ട് കടത്തിവിടാം. അതിപ്പോൾ അവർ വേണ്ടാന്ന് വെച്ച്, റഷ്യ കൊടുക്കണ്ടെന്ന് വെച്ചാൽ അല്ല, അവർ വേണ്ടാന്ന് വെച്ചു. റഷ്യയ്ക്ക് സാങ്ഷൻ, ഇതുകൊണ്ട് റഷ്യ അങ്ങ് വഴങ്ങും, അങ്ങ് നശിച്ച് നാറാണക്കല്ല് വെക്കും. നേരെ തിരിച്ചാ, റഷ്യയുടെ വരുമാനം വർദ്ധിച്ചു. റഷ്യയുമായിട്ട് കച്ചവടം നടത്തിയിരുന്ന ഇന്ത്യയുടെ GDP റേറ്റും വർദ്ധിച്ചു. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺട്രി ആയിട്ട് ഇന്ത്യ മാറി. ഇന്ത്യക്ക് നേരെയും കുറേ ചുങ്കങ്ങളും ഒക്കെ ഏർപ്പെടുത്തി ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാൻ നോക്കി. ഒന്നും ഫലിച്ചില്ല. യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും എല്ലാ നയങ്ങളും പാളി. എന്ന് പറയുന്ന പോലെ റഷ്യ കീഴടക്കിയ സ്ഥലങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് അമേരിക്ക പറഞ്ഞു. യൂറോപ്പിലെ ഒരു രാജ്യത്തിനും ഒരു ശക്തിയില്ല. പിന്നെ യുക്രൈന് ശക്തിയുണ്ടോ? പിന്നെ എന്തോ വിചാരിച്ചുകൊണ്ടായി ഇയാൾ ഈ യുദ്ധത്തിന് ചാടി പുറപ്പെട്ടത്? ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നത് എങ്ങനെ? ആയുധങ്ങളില്ല, വല്ലവരും ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ യാതൊരു യാഥാർത്ഥ്യ ബോധവും യാതൊരു പക്വതയുമില്ലാത്ത ഒരു വ്യക്തി നടത്തിയ സാഹസമായിരുന്നു ഈ റഷ്യക്ക് നേരെയുള്ള അവരുടെ പോർവിളി. അടങ്ങി ഒതുങ്ങി ഇരുന്ന മര്യാദയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ച് സുഖമായിട്ട് ജീവിച്ചു പോകാം. അതാണ് അതിൻ്റെ മര്യാദ. അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു അടിസ്ഥാനം അത് തന്നെയാണ്. അത് അടങ്ങിയിരുന്നേ പറ്റൂ. അത് ഇരിക്കാതെ ഇപ്പോൾ അടുത്ത പ്രകോപനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്താണെന്നറിയാം? റഷ്യൻ പ്രസിഡന്റ് വരിക, 2 ദിവസത്തിനകം വരിക, 4-ാം തീയതി ഇന്ത്യയിലേക്ക് വരിക. 300 മിസൈലുകളാണ് നമ്മൾ വാങ്ങുന്നത്. റഷ്യക്ക് എത്ര സാമ്പത്തിക നേട്ടമാണ് അതുപോലെ ഉണ്ടാകുന്നതെന്നറിയാം? ഭയങ്കര ബൂസ്റ്റാണ് ഉണ്ടാകുന്നത്. റഷ്യയെ തകർക്കാൻ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ശ്രമിച്ചാലും ഒന്നും നടക്കില്ല. റഷ്യ ഈസ് ഓഫ് എ ഡിഫറെൻറ്റ് ജനർ. അതിൻ്റെ DNA എന്ന് പറയുന്നത് വേറെയാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ അപരാജിതമായിട്ട് നിന്ന ഒരു രാജ്യം അതാണ്. ജർമ്മനിയെ നേരിട്ട് തോൽപ്പിച്ച രാജ്യം. അമേരിക്ക തോൽപ്പിച്ച ആറ്റം ബോംബിൻ്റെ ബലം കൊണ്ട് കുട്ടികളെയും അമ്മമാരെയും മക്കളെയും എല്ലാം കൊന്നു. മറ്റേ ഇതല്ല, നേരിട്ടടരാടി വാടാ ചുണയുണ്ടെങ്കിൽ നാസി പടയാളികളുടെ മുമ്പിൽ നെഞ്ചോട് നെഞ്ച് നിന്നിട്ട്, നെഞ്ച് ഉറപ്പിച്ച് നിന്നിട്ട്, നെഞ്ച് വിരിച്ചു നിന്ന് പോരാടിയവരാണ് റഷ്യക്കാർ. അതാണ് അവരുടെ വീര്യം. മനസ്സിലായോ? യുക്രൈൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചുക്കുമല്ല. അതാണ് ഇതിൻ്റെ സത്യം. യുക്രൈൻ അത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെന്തോ വലിയ ശക്തിയാണ്, അമേരിക്ക ഇപ്പോൾ ഞങ്ങളെ സഹായിക്കും. എല്ലാ സഹായങ്ങളും നിലച്ചു കഴിഞ്ഞു തന്നെയാണ്. എല്ലാ സഹായങ്ങളും നിലച്ചു. ഇപ്പം തുർക്കിയുടെ കടൽ തീരത്തുകൂടെ പോയി നേരിട്ട് കരയിലേക്ക് യുദ്ധം ചെയ്യാൻ അവർക്ക് ആവതില്ല. അതിനാണ് കടലിൽ കൂടി ഏതോ രാജ്യത്തേക്ക് എണ്ണയും വഹിച്ചുകൊണ്ട് പോയ ചരക്ക് കപ്പലാണ്, യുദ്ധക്കപ്പലിന് നേരെ അല്ല ആക്രമണം നടത്തിയത്. ഇറ്റ് ഈസ് എ സോഫ്റ്റ് ടാർഗറ്റ്. പട്ടാളത്തിനെ വെച്ചുകൊണ്ടാണോ പോകുന്നത്? വിമാനവേദ കപ്പലുകളും വെച്ചുകൊണ്ടാണോ, വിമാനവേദ ഉപകരണങ്ങളും വെച്ചുകൊണ്ടാണോ അത് പോകുന്നത്?
ഒരായുധമില്ല, പാവപ്പെട്ട 25 ജീവനക്കാരാണ് ഈ കപ്പലുകളിലുണ്ടായിരുന്നത്. മർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പോവില്ല, പാവപ്പെട്ട ആൾക്കാർ. അവരെന്താ, അവർ യുദ്ധം ചെയ്യാനാണോ പോകുന്നത്? അവരെയാണ് ഗതികേടിലാക്കിയത്. ഈ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വൃത്തികെട്ട ശക്തി. തുർക്കിയും ഉക്രൈനും യൂറോപ്പിലെ ചെറ്റകളാണ് എന്ന് ഞാൻ പറയും, ചെറ്റകളാണ്. അവരില്ലാത്ത കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇല്ലാത്ത കുഴപ്പം ഒരെണ്ണം മതി. പാലിൽ വിഷം ചേർക്കാൻ ഒരു തുള്ളി മതിയെന്ന് പറഞ്ഞ് ഇപ്പോൾ 2 തുള്ളിയാണ്. ഒന്ന് ഉക്രൈൻ, ഒന്ന് തുർക്കി.